നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാവ്, കിടിലൻ ചേസിംഗ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. വൈഭവ് സൂര്യവംശിയുടെ സെഞ്ചുറിയുടെ ബലത്തിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 228 എന്ന റൺസിനെ 18.3 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നുകൊണ്ട് 5 വിക്കറ്റ് വിജയവിധ സ്വന്തമാക്കിയിരിക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആദ്യ തവണ ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും വിജയം SRHന് തന്നെയായിരുന്നു. വീണ്ടും ഇതാ അവർ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു. വൈഭവ് സൂര്യവംശിയുടെ സെഞ്ചുറിയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നിങ്സിൻ്റെ ബലം. പക്ഷേ അവസാന ഘട്ടത്തിൽ വേണ്ടത്ര റൺസ് അവരടിച്ചില്ലേ എന്ന സംശയങ്ങൾ പല എക്സ്പേർട്ടുകളും ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ചേസിംഗ് ആണ് SRH നടത്തിയിരിക്കുന്നത്. SRHനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചേർന്ന്, അഭിഷേകും ഇഷാൻ കിഷനും ഹെൻറി ക്ലാസനും എല്ലാവരും ചേർന്നുകൊണ്ടാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയത്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ സംഭാവനയും എടുത്തു പറയണം. അതോടൊപ്പം ഹെഡ്മേയറും ജഡേജയും ഒക്കെ ക്യാച്ച് വിടുന്നത് നമ്മൾ കണ്ടു. തുടക്കത്തിൽ വന്ന ആ ഡ്രോപ്പുകൾ രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ വൈഭവ് സൂര്യവംശി ഷോ തന്നെയായിരുന്നു. നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വീഡിയോ ഇട്ടതുകൊണ്ട് വീണ്ടും അത് സമഗ്രമായിട്ട് പറയുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിനായിട്ട് യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്തു. 2.2 ഓവർ എത്തുമ്പോഴേക്കും 40 റൺസിലേക്ക് എത്തിയിരുന്നു രാജസ്ഥാൻ റോയൽസ്. പക്ഷേ യശസ്വി ജയ്സ്വാൾ 8 പന്തിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 10 റൺസ് അടിച്ച് മടങ്ങി. സൂര്യവംശി പൊളിച്ചെടുക്കുകയായിരുന്നു. പ്രഫുൽ ഇഞ്ചയ്ക്ക് തുടർച്ചയായി 4 സിക്സറുകൾ. മാത്രമല്ല പാറ്റ് കമിൻസ് വൈഭവിനെതിരെ എറിഞ്ഞ ആദ്യ പന്ത് സിക്സർ. ആദ്യ 6 പന്തിൽ നിന്നും മാത്രമായിട്ട് 30 റൺസ് അടിച്ച് കഴിഞ്ഞിരുന്നു വൈഭവ് സൂര്യവംശി. ധ്രുവ് ജുറലും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള കൂട്ടുകെട്ട് മുന്നോട്ട് പോയി. 13ാമത്തെ ഓവറിൽ ജുറൽ മടങ്ങുമ്പോഴേക്കും 152 റൺസായിരുന്നു രാജസ്ഥാൻ റോയൽസിന്. 35 പന്തിൽ നിന്ന് 8 ഫോറും ഒരു സിക്സും അടക്കം 51 റൺസാണ് ജുറൽ അടിച്ചത്. എന്നാൽ വൈഭവ് സൂര്യവംശി സെഞ്ചുറി കുറിച്ചു. സെഞ്ചുറി കുറിച്ചതിന് പിന്നാലെ എന്തിനാണ് അവൻ ആ ഒരു റിവേഴ്സ് സ്കൂപ്പിന് പോയത്? LBW ആയിട്ട് മടങ്ങി. സാക്കിബ് ഹുസൈൻ്റെ പന്തിൽ 37 പന്തിൽ നിന്ന് 5 ഫോറും 12 സിക്സും അടക്കമാണ് 103 റൺസ്. 15 പന്തിൽ നിന്ന് വീണ്ടും അവൻ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 36 പന്തിൽ നിന്ന് സെഞ്ചുറിയും കുറിച്ചിരുന്നു. അങ്ങനെ പൊളിച്ചടിക്കൊരു ഇന്നിങ്സിന് ശേഷം വൈഭവ് മടങ്ങി. പിന്നാലെ വന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാരിൽ ടൊണാവൻ ഫെരീര മാത്രമാണ് ഒരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തത്. 16 പന്തുകൾ 3 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 33 റൺസ് അടിച്ചു. അതേസമയം ക്യാപ്റ്റൻ റിയാൻ പരാഗ് 9 പന്തിൽ നിന്ന് 7, ഷിംറോൺ ഹെറ്റ്മേയർ 10 പന്തിൽ നിന്ന് 11, രവീന്ദ്ര ജഡേജ 3 പന്തിൽ 4 റൺസ് എടുത്ത് പുറത്താകുന്നു. ജോഫ്രെ ആർച്ചർ 2 പന്തിൽ 2 റൺസ്. അതാ പറഞ്ഞത്, അവസാനം വേണ്ടത്ര അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട്. ഇസാൻ മലിംഗ വീണ്ടും മികച്ച ബൗളിംഗ് നടത്തി. 4 ഓവറിൽ 38 റൺസിന് 2 വിക്കറ്റാണ് അദ്ദേഹം എടുത്തിരുന്നത്. കമിൻസ് മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിലോ ട്രാവിസ് ഹെഡിനെ തുടക്കത്തിലെ SRH നഷ്ടമായി. ഹെഡ് മടങ്ങുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 7 റൺസേ ഉള്ളൂ. 5 പന്തുകളിൽ നിന്ന് ഒരു സിക്സിൻ്റെ സഹായത്തോടെ 6 റൺസാണ് അദ്ദേഹം അടിച്ചത്. ജോഫ്രെ ആർച്ചർ അദ്ദേഹത്തെ മടക്കി വിട്ടു. എന്നാൽ അടുത്ത വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്നുകൊണ്ട് പൊളിച്ചെടുക്കുകയാണ്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും. ക്യാച്ചുകൾ ഡ്രോപ്പായി എന്നത് ശരിയാണ്, പക്ഷെ അത് അവരുടെ ഇന്നിങ്സിൻ്റെ മഹത്വം ഒട്ടും കുറക്കുന്നില്ല. ഇഷാൻ കിഷൻ 31 പന്തിൽ നിന്ന് 11 ഫോറും 3 സിക്സും അടക്കം 238.71 സ്ട്രൈക്ക് റേറ്റ് 74 റൺസ് അടിച്ചപ്പോൾ അഭിഷേക് ശർമ്മ 29 പന്തുകൾ 11 ഫോറും ഒരു സിക്സും അടക്കം 57 റൺസാണ് കുറിച്ചിരുന്നത്. ഏതായാലും രണ്ടുപേരും മടങ്ങുമ്പോഴേക്കും അവർ നല്ല രൂപത്തിൽ വിജയത്തിനുള്ള അടിത്തറ പാകി കഴിഞ്ഞിരുന്നു. 13ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് ഇഷാൻ കിഷൻ മടങ്ങുന്നത്. 166-3. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറി ക്ലാസനും ചേർന്നുള്ള കൂട്ടുകെട്ട്. അതിൽ നിതീഷ് നന്നായിട്ട് തന്നെ കളിച്ചു. 18 പന്തിൽ 2 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 36 റൺസ് അടിച്ചു. സ്കോർ ബോർഡിൽ 219 റൺസിലേക്ക് എത്തിയപ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി മടങ്ങുന്നത്. തൊട്ടു പിന്നാലെ ഹെൻറി ക്ലാസനും മടങ്ങി. ക്ലാസൻ 24 പന്തിൽ നിന്ന് 3 ഫോറും ഒരു സിക്സും അടക്കം 29 റൺസാണ് അടിച്ചു. പക്ഷേ വിജയത്തിലേക്ക് ടീം അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ അറോറ 3 പന്തുകൾ 8 റൺസുമായിട്ട് പുറത്താകുന്നു. അനികേത് വർമ്മ 1 റൺസ്. വിജയത്തിലേക്ക് SRH എത്തുമ്പോൾ 9 പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ SRH ഇതാ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 8 കളികൾ 3 തോൽവികൾ 5 വിജയം 10 പോയിൻറ്റ്. രാജസ്ഥാൻ റോയൽസിനും 8 കളിൽ നിന്ന് 10 പോയിൻറ്റ്. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യം SRHനാണ്. അവർ 3ാമത്, RR 4ാമത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.